നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാർ ഇന്ന് രാവിലെ ചുമതലയേൽക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് ഇന്ന് ആദ്യ ദിനമാണ്. കേരളത്തിൽ നിന്നുള്ള ഏക BJP MP, NDAയുടെ ആദ്യ കേരള MP, മലയാളത്തിന്റെ സ്വന്തം സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ടൂറിസം, പെട്രോളിയം, പ്രകൃതിവാതക മന്ത്രാലയങ്ങളുടെ ചുമതലയാണ് സുരേഷ് ഗോപിക്ക് നിക്ഷിപ്തമായിരിക്കുന്നത്. ത്രികോണ മത്സരമെന്ന നിലയിൽ രാജ്യം ഉറ്റുനോക്കിയ തൃശൂരിൽ LDFിലെയും UDFിലെയും അധികായന്മാരായ PS സുനിൽകുമാറിനെയും K മുരളീധരനെയും തോൽപ്പിച്ചാണ് മിന്നും വിജയം കൈവരിച്ചത്. സഹമന്ത്രി സ്ഥാനം ലഭിച്ചതിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തിയുണ്ടെന്നും അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിയാൻ ശ്രമം നടക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ തൃശൂരുകാർക്ക് മാത്രമല്ല മലയാളികൾക്ക് തന്നെ അത് വിഷമമുണ്ടാക്കി. എന്നാൽ ഇത് തള്ളി സുരേഷ് ഗോപി പിന്നീട് രംഗത്ത് വന്നു. കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നത് തന്റെ അജണ്ടയിലേ ഇല്ലെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. വരുന്ന 3 മാസത്തിനുള്ളിൽ കേരളത്തിന്റെ വികസനത്തിനുള്ള രൂപരേഖ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് നൽകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. കൊല്ലത്തിൽ ലക്ഷ്മി ഫിലിംസ് ഉടമ K ഗോപിനാഥൻ പിള്ളയുടെയും ജ്ഞാനലക്ഷ്മിയുടെയും 4 മക്കളിൽ മൂത്തയാളാണ് സുരേഷ് G നായർ എന്ന സുരേഷ് ഗോപി. ചലച്ചിത്ര താരത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വളർന്ന സുരേഷ് ഗോപി SFIയിലൂടെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചതെന്ന് കൗതുകകരമാണ്. 2 വട്ടം തൃശൂരിൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും 3-ാം വട്ടം വിജയം സുരേഷ് ഗോപിക്കൊപ്പമായിരുന്നു. 1965-ൽ K സേതുമാധവന്റെ ഓടെ നിന്ന് എന്ന സിനിമയിൽ ബാലതാരമായാണ് സുരേഷ് ഗോപി വന്നത്. ചെറുവേഷങ്ങളിലൂടെ ചുവടുവെച്ച് പ്രശസ്തിയിലേക്ക് പടിപടിയായി ഉയർന്നു. ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ കൂട്ടുകെട്ടിൽ പറഞ്ഞ സിനിമകൾ നായകനെന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ ഗ്രാഫ് ഉയർത്തി. ഷാജി കൈലാസിന്റെ തലസ്ഥാനത്തിലൂടെ നായകവേഷത്തിൽ ശ്രദ്ധേയനായത്. മണിച്ചിത്രത്താഴും, കമ്മീഷണറും, ലേലവും, പത്രവുമൊക്കെ പണം വാരിയതിൽ പിന്നെ സുരേഷ് ഗോപിക്ക് തിരിഞ്ഞു നോക്കേണ്ടതായി വന്നിട്ടില്ല. കളിയാട്ടത്തിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സുരേഷ് ഗോപിയെ തേടിയെത്തി. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് പഠനകാലത്ത് SFIയുടെ സജീവ പ്രവർത്തകനായിരുന്നു സുരേഷ് ഗോപി. സുവോളജിയിൽ ബിരുദവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി. തുടർന്ന് കോൺഗ്രസിലേക്ക് ആകർഷിക്കപ്പെട്ടു. 2006-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികൾക്കായും UDF സ്ഥാനാർത്ഥികൾക്കായും സുരേഷ് ഗോപി പ്രചാരണത്തിനിറങ്ങി. മലമ്പുഴയിൽ VS അച്യുതാനന്ദനെയും പൊന്നാനിയിൽ UDF സ്ഥാനാർത്ഥി MP ഗംഗാധരനുമായിട്ടായിരുന്നു പ്രചാരണം. 2016 ഏപ്രിൽ രാഷ്ട്രപതി സുരേഷ് ഗോപിയെ രാജ്യസഭാംഗമായി നിയമിച്ചു. 2016 ഒക്ടോബറിൽ BJPയിൽ ചേർന്ന സുരേഷ് ഗോപി 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ BJP സ്ഥാനാർത്ഥിയായെങ്കിലും 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും 3-ാം സ്ഥാനത്ത് തന്നെയാണ് എത്തിയത്. എന്നാൽ ഈ വർഷം 70,000-ൽ പരം സീറ്റുകളുടെ ഭൂരിപക്ഷത്തിനാണ് ലോക്സഭയിലേക്ക് സുരേഷ് ഗോപി തിരഞ്ഞെടുക്കപ്പെട്ടത്. രാധിക നായരാണ് ഭാര്യ. നടൻ ഗോകുൽ സുരേഷും അന്തരിച്ച മകൾ ലക്ഷ്മി സുരേഷും അടക്കം 5 മക്കളുണ്ട്. 3-ാം മോദി മന്ത്രിസഭയിൽ സഹമന്ത്രിയായി 51-ാമതായാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ശക്തമായ ത്രികോണ മത്സര നിലയിൽ രാജ്യം ഉറ്റുനോക്കിയ തൃശൂരിൽ BJPയുടെയും സുരേഷ് ഗോപി നേടിയത് ആരെയും അമ്പരിപ്പിക്കുന്ന ജയമായിരുന്നു. 74,686 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ജയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 തവണയാണ് തൃശൂർ മണ്ഡലത്തിലായി എത്തിയത്. മോദി മുഖ്യാതിഥിയായി എത്തിയ വനിതാ സമ്മേളനം സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം തന്നെയായി. 14 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി വീണ്ടും എത്തിയത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ്. മോദിയുമായുള്ള അടുപ്പം കേന്ദ്രമന്ത്രിസഭയിലേക്കുള്ള വഴി തുറക്കുമെന്ന പ്രചാരണവും ശക്തമായിരുന്നു. ഇതോടെ തൃശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന പ്രചാരണ വാക്യം കത്തിപ്പടർന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.